ദുഃഖവെള്ളി ദിനത്തിൽ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയിരിക്കുകയാണ് ക്രൈസ്തവ സഭാ നേതാക്കൾ. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും അന്ധകാര ശക്തികൾ ക്രൈസ്തവർക്കെതിരെ അതിക്രൂര അതിക്രമം നടത്തുകയാണെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ തോൽപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപതയും രംഗത്തെത്തി. ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിലും അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ളത്. ക്രിസ്മസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നുവെന്ന് ലേഖനം പറയുന്നു. മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് ഭരണാധികാരികളായ പിലോത്താസുമാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്ത് കൈകഴുകുകയാണെന്നും ദീപികയുടെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്കെതിരെ ഏകീകരിക്കപ്പെടുമെന്ന സൂചനകൾ കൂടിയാണ് വിവിധ സഭാ നേതൃത്വങ്ങളുടെ ഈ നിലപാടെന്ന് കരുതേണ്ടി വരും. BJPക്കുണ്ടോ ക്രൈസ്തവ വോട്ട്? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM, എ ഷുക്കൂർ കോൺഗ്രസ്, സന്ദീപ് വാര്യർ BJP, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം സന്ദീപ് വാര്യർ, ഞാൻ നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ വായിച്ചു. ഒന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സ്വന്തമാക്കുന്നതിന് വേണ്ടി LDFും UDFും CAA മുഖ്യ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. രണ്ട്, മണിപ്പൂരിൻ്റെ കാര്യത്തിനകത്ത് അത് ഒടുങ്ങി എന്നാണ് കരുതുന്നതെങ്കിൽ ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ഇനി വരാനിരിക്കുന്ന ഈസ്റ്റർ ദിനത്തിലൊക്കെ തന്നെ മുഴങ്ങിക്കേൾക്കുന്നത് മണിപ്പൂർ മാത്രമാണ്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആകെ, ഒരുപക്ഷെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്നേഹയാത്ര ഈ ഈസ്റ്റർ ദിനത്തിലും BJP പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്നുള്ളതാണോ ഇപ്പോൾ ക്രൈസ്തവ സഭാ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ കാണേണ്ടത്? നോക്കൂ, ഇവിടെ മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും CPIMും വളരെ വ്യാപകമായി BJPക്കെതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മത നേതൃത്വം അടക്കമുള്ളവർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ യേശുദേവന്റെ തന്നെ ഒരു വാക്യത്തെ അവർ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യെരുശലേം ദേവാലയത്തിൽ വെച്ച് ജനക്കൂട്ടത്തെ പഠിപ്പിക്കവേ യേശു അപ്രകാരം പ്രഖ്യാപിച്ചു. യേശുദേവൻ പ്രഖ്യാപിച്ച കാര്യമാണ് സത്യം അറിയണം. എന്താണ് മണിപ്പൂരിൽ നടന്നതെന്ന് സംബന്ധിച്ച് സത്യം അറിയാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും ആ വിഷയത്തിൽ മണിപ്പൂരിലെ ക്രൈസ്തവ നേതൃത്വം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യമെങ്കിലും മിനിമം അറിയാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി ഇത്രയും കാലം BJP പഠിപ്പിച്ചിട്ടും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് അടക്കം ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആരെയും പഠിപ്പിക്കാൻ പോയിട്ടില്ല. ഈ രാജ്യത്ത് സത്യമറിയാൻ വേണ്ടി നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിലൊന്ന് മാധ്യമങ്ങളെ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും പച്ച നുണയാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്വാധീനം പല ആളുകളിലും ഉണ്ടായി കാണാം. മണിപ്പൂരിൽ നടന്നിട്ടുള്ളത് വംശീയ ലഹളയാണ് എന്നുള്ള കാര്യത്തിൽ മണിപ്പൂരിലെ ക്രൈസ്തവ നേതൃത്വത്തിനൊരു സംശയവുമില്ല. മണിപ്പൂരിലെ മൈത്തേയി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള പാരമ്പര്യമായിട്ടുള്ള വംശീയ സംഘർഷം, ആ വംശീയ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ മൈത്തേയികളുടെ ഇടയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്, കുക്കികളുടെ ഇടയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. BJPയുടെ ഒരു നറേറ്റീവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തോമസ് ജെ നെറ്റോയെ പോലുള്ള ആർച്ച് ബിഷപ്പിന് മനസ്സിലാകുന്നില്ല, ദീപികയെ പോലുള്ള ക്രൈസ്തവ പത്രങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് മനസ്സിലാകുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളിൽ. ശരിയാണ്, രാഷ്ട്രീയക്കാര് UDFകാരും LDFകാരും ഇവിടെ വലിയ നിലയിൽ BJP വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്, മാധ്യമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ പറയുന്നത് കേട്ടിട്ടാണോ ഈ ക്രൈസ്തവ സഭാ നേതാക്കൾ ഈ നിലയിൽ പ്രതികരിക്കുന്നത്? ഞാൻ നികേഷ്, എനിക്ക് തടസ്സപ്പെടുത്താതെ കുറച്ച് സമയം തരണം. ഇത് BJP ഉണ്ടാക്കിയ നറേറ്റീവ് അല്ല മണിപ്പൂരിലേത്. മണിപ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത് വംശീയ പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ആധികാരികമായി അറിയുന്ന ഒരാൾക്കും അതിൽ തർക്കം ഉണ്ടാവില്ല. കാരണം മണിപ്പൂരിലെ മൈത്തേയി എന്ന് പറയുന്നതും കുക്കി എന്ന് പറയുന്നതും, ഞാൻ ചോദിക്കട്ടെ, ഏത് ക്രിസ്ത്യൻ വിഭാഗമാണ്? ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിന് മൈത്തേയി എന്ന് പേരുണ്ടോ? ക്രിസ്ത്യാനികൾ ഏതെങ്കിലും സഭയ്ക്ക് മൈത്തേയി എന്ന് പേരുണ്ടോ, അല്ലെങ്കിൽ കുക്കി എന്ന് പേരുണ്ടോ? ഇല്ലല്ലോ. മൈത്തേയി എന്നും കുക്കി എന്നുള്ളതും അവിടുത്തെ വംശീയമായിട്ടുള്ള പ്രത്യേകതകളുള്ള രണ്ട് വംശങ്ങളാണ്. അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്, മതമില്ലാത്തവരും ഉണ്ടാകാം. അവർ തമ്മിലുള്ള സംഘർഷമാണ്.
അവിടെ മൈത്തൈ വിഭാഗത്തിന് പ്രത്യേക നോക്കൂ, status ശ്രീ കൊടുക്കാൻ അല്ലെങ്കിൽ പട്ടിക സന്ദീപാര് വിഭാഗമായി താങ്കൾ സമയം പരിഗണിക്കാൻ തരണമെന്ന് വേണ്ടി പറയുമ്പോഴും അവിടുത്തെ ഒരേ ഹൈക്കോടതി കാര്യം തന്നെയാണ് ഉത്തരവുമായി നമ്മൾ എത്രയോ ബന്ധപ്പെട്ട കാലമായി സംഘർഷം. ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എനിക്കതിനപ്പുറത്തേക്ക് ചോദിക്കാനുള്ളത്, നോക്കൂ, സഭാ തലവന്മാർ തന്നെ പക്ഷേ ക്രൈസ്തവ വേട്ടയാണ് അവിടെ നടന്നത് എന്ന് പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്നത് 300-ലധികം പള്ളികൾ തകർക്കപ്പെട്ടു എന്നാണ്, 300-ലധികം പേര് മരിച്ചു എന്നാണ്. പ്രധാനമന്ത്രി ഇനി അഥവാ വംശീയ കലാപമാണെങ്കിൽ തന്നെയും ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി അഹമ്മദാബാദിൽ പോയിട്ട് പോലും മണിപ്പൂരിൽ ഇന്നേ വരെ ചെന്നിട്ടില്ല. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് തൃശ്ശൂരിൽ വന്നിട്ട് പോലും മണിപ്പൂരിൽ ഒരു തവണ പോയിട്ടില്ല എന്നുള്ളതൊക്കെ ആക്ഷേപമായി നിൽക്കുകയാണ്. അതിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള രണ്ടാമത്തെ പ്രധാന ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ക്രൈസ്തവ സഭ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്. ഇനി അത്തരക്കാർക്കൊപ്പമില്ല എന്ന് ശ്രീ സന്ദീപ് വാര്യർ. നികേഷേ, ഒരു ആക്ഷേപം ഉന്നയിക്കുകയും ആക്ഷേപത്തിന് വിശദീകരണം നൽകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപത്തിലുള്ള മറുപടി കൃത്യമായി ജനങ്ങൾ കേൾക്കാൻ നിങ്ങൾ അനുവദിക്കണം. തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, UPA ഭരണകാലത്ത് തന്നെ മണിപ്പൂരിൽ എണ്ണിയാലൊടുങ്ങാത്ത ഈ വംശീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം, ഒരു വർഷത്തിലധികം കാലം മണിപ്പൂരിലേക്ക് സമ്പൂർണ്ണ ബ്ലോക്കേഡ് ആയിരുന്നു. അവിടേക്ക് ഇന്ധനം പോലും കടന്നു ചെന്നിരുന്നില്ല. ആ തരത്തിൽ സമ്പൂർണ്ണ ബ്ലോക്കേഡും ഈ വംശീയ കലാപവും അരങ്ങേറി 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ഇത്തവണ കലാപം ഉണ്ടായ സമയത്ത് അവിടേക്ക് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ അവിടെ 5 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്തു. അദ്ദേഹം ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. 2 കൂട്ടരോടും ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെട്ടു. ആയുധം താഴെ വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ സുരക്ഷാ ചുമതലയുള്ള അജിത് ഡോവൽ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു. അങ്ങനെ അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അവിടെ പള്ളികൾ മാത്രമല്ല, BJP മന്ത്രിമാരുടെ, MLA-മാരുടെ ഭവനങ്ങളടക്കം തീ വയ്ക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് മണിപ്പൂരിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കാര്യമല്ല. ഇത്രയധികം സമയം ഞാൻ തന്നിരിക്കുന്നു. നോക്കൂ സന്ദീപ്, ഇത് BJP നോക്കൂ, നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ BJP പ്രതിനിധികളോട് കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ അസ്വസ്ഥമായിട്ട് കാര്യമില്ല സന്ദീപേ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ CPM-ന്റെ നേതാവിനോടാണ് ചോദിക്കുക, അല്ലെങ്കിൽ അവതാരക വേഷത്തിലിരിക്കുന്ന ആരും CPM-ന്റെ പ്രതിനിധിയോടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ട് അപ്പുറത്തേക്ക് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോ ചോദ്യങ്ങൾ വേണ്ട എന്നാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യാം. ശ്രീ സന്ദീപ്, ചോദ്യം വേണ്ട എങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ പ്ലാസ്റ്റിക് ആയി നിങ്ങൾ മറുപടി തന്നോളൂ. പിന്നെ ആ വിഷയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉത്തരം കിട്ടുക എന്നുള്ളത് എന്റെ കൂടി ആവശ്യമാണ്. ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ദയവായി. പറഞ്ഞോളൂ നികേഷ്, വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറഞ്ഞോട്ടെ. പഴയ കാര്യങ്ങൾ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഴയത് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യം പറയേണ്ടി വരും. ഇവിടെ ആ കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ പറയാൻ ഈ നേതൃത്വങ്ങൾ മുഴുവൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുനർവിചിന്തനം നടത്തണം. ആരാണ് വാസ്തവത്തിൽ ഈ ക്രൈസ്തവ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടത്? ഇവിടുത്തെ സഭാ നേതൃത്വം കാര്യങ്ങൾ പഠിക്കണം വൃത്തിയായി, എന്നിട്ടേ പ്രതികരിക്കാവൂ എന്നാണോ സന്ദീപ് വാര്യരുടെയും BJPയുടെയും നിലപാട്? ഇവിടുത്തെ മാധ്യമങ്ങളടക്കം മുഴുവൻ ആളുകളും എന്താണ് നടന്നിട്ടുള്ളത് സത്യം പഠിക്കാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ് അവർ വിഴുങ്ങുന്നതെന്നും അതാണ് പിന്നീട് അവർ ഛർദ്ദിക്കുന്നതെന്നും പറയാൻ കഴിയില്ല സാറേ. അല്ല, ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. മാധ്യമങ്ങളടക്കം കേരളത്തിലെ സമൂഹം മുഴുവൻ എന്താണ് വാസ്തവം എന്ന് സംബന്ധിച്ച് ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി, ഒരു ഗവേഷണ ത്വരയോടുകൂടി കാര്യങ്ങൾ സമീപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് ക്രൈസ്തവ ശത്രുക്കൾ? ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവ സഭയെ മുഴുവൻ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവരുടെ പള്ളികൾ മുഴുവൻ തകർത്ത് അവരുടെ കുട്ടികളെ മുഴുവൻ എത്തിസം പഠിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ക്രൈസ്തവയെ സംരക്ഷിക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യ റാലി നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാരാണോ ക്രിസ്ത്യാനികളുടെ വലിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ക്രൈസ്തവ സഭയുടെ സുഹൃത്തുക്കൾ? അല്ല, ഞാൻ താങ്കൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ എത്ര തകർത്തിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. വിചാരധാര എന്നൊരു പുസ്തകമുണ്ട്. അതെഴുതിയത് സർസംഘചാലക്, രണ്ടാമത്തെ സർസംഘചാലക് ഗോൾവാക്കറാണ്. ഇന്നത്തെ ദിവസമെങ്കിലും ആ പുസ്തകത്തിൽ ആഭ്യന്തര ഭീഷണികളായി കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ചേർത്തിട്ടുള്ളതുപോലെ
ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടരില്ല എന്ന് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുമെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഞാൻ പറയാം. വിചാരധാര നിലനിൽക്കുകയും ആ വിചാരധാരയുടെ ഓരോ വരികളിലും വിഷം പുരട്ടുകയും അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ആക്രമണത്തിൻ്റെ കുന്തമനയാക്കി തീർക്കുകയും അതിൻ്റെ ബലത്തിൽ ഭൂരിപക്ഷ മതവിഭാഗം എന്ന നിലയ്ക്ക് ഹിന്ദുജന വിഭാഗങ്ങളെ ഏകീകരിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നിങ്ങളുടെ ബൈബിളായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വിചാരധാരയെ. അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണമെങ്കിൽ വിചാരധാരയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറയണം. നിങ്ങൾ ഈ പ്രതീക്ഷ ഈ ക്രൈസ്തവ സഭാ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ പ്രതീക്ഷ കൽപ്പിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഇത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയമല്ല, വോട്ടിൻ്റെ വിഷയമല്ല. ഇന്നിപ്പോൾ നമ്മൾ ദുഃഖവെള്ളിയിലാണല്ലോ സംസാരിക്കുന്നത്. നസ്രായനായ യേശുദേവൻ്റെ ഏറ്റവും പരമദരിദ്രമായ അവസ്ഥയെന്ന് പറയുന്നത് സ്വന്തമായി വീടില്ല, വാടക വീട് പോലുമില്ല. അതുകൊണ്ടാണ് ഒരു പുൽത്തൊഴുത്തിൽ ഒരമ്മയ്ക്ക് പ്രസവിക്കേണ്ടി വരുന്നത്. അപ്പം അത്രത്തോളം ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നൊരു നസ്രായനായ യേശുദേവനാണ് ലോകം ആരാധിക്കുന്ന യേശുവായി ഉയർന്നു വരുന്നത്. യേശുദേവൻ്റെ പൗരത്വം എന്തായിരുന്നു? നസ്രായനായ യേശുദേവൻ്റെ പൗരത്വം എന്തായിരുന്നു? അവിടെയാണ് മാർപ്പാപ്പ പറഞ്ഞത് കുടിയേറ്റം. ഒരു കുടിയേറ്റക്കാരനായി വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദരിദ്രനാണ്, ഇല്ലാത്തവനാണ്. അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തത. ആ ഉദാത്തതയ്ക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രവ്യവസ്ഥയിൽ ഭരണഘടന നൽകുന്ന നിലപാട് പോലും നിരാകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രൈസ്തവർ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളാകെ നിരാകരിക്കപ്പെടുന്നൊരു കാലം. അവിടെയാണ് സത്യം സ്വതന്ത്രമാക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കണക്ക് പറയാം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കാണ്. പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ വരികളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കൊണ്ട് ആ കണക്കുകൾ നിരാകരിപ്പിക്കാം. ഞാൻ 2014 147 മുതൽ 2024 അത് 2023 599 അതിക്രമങ്ങൾ വരെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ അങ്ങനെ ആകെ അതിക്രമങ്ങൾ നരേന്ദ്രമോദി ഇവിടെ ഞാൻ ഷുക്കൂറിലേക്ക് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു വിരുന്നിന് സഭാ നേതൃത്വത്തെ ക്ഷണിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ സഭാ നേതാക്കൾ ഏറ്റവും ഉന്നതരായിട്ടുള്ള സഭാ നേതൃത്വമാണല്ലോ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോവുക. ഒരാൾ പോലും പ്രധാനമന്ത്രിയോട് മണിപ്പൂരിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലർ ഒറ്റക്കും തെറ്റക്കും ഈ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ സന്ദേശമായി CPM കാണുന്നുണ്ടോ? ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും കാണുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സെക്കുലർ ഭരണഘടനയുണ്ട്. എങ്ങനെയാണ് BJP ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, അതിനാവശ്യമായ വിഭവസമാഹരണം നടത്തുന്നത്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട നടന്നത് മണിപ്പൂരിലല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ മണിപ്പൂരിലല്ല ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട നടന്നത്, UP-യിലാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നു 23 സംസ്ഥാനങ്ങളിൽ അത് ഒന്നാമത് UP-യാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടക്കുന്നത്. ആ വേട്ടയുടെ വിവിധ മുഖം ദീപിക ദിനപത്രം എഴുതിയൊരു ലേഖനം ഞാൻ പറയാം. തലക്കെട്ട്, അതിൻ്റെ തലക്കെട്ട് എന്താണ്? അശാന്തി മണിപ്പൂരിൽ നിന്നും ആസാമിലേക്ക് പടരുമ്പോൾ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ച് അവരുടെ സഭാവസ്ത്രം ധരിച്ച് ആസാമിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ദീപിക പത്രം എഴുതിയൊരു ലേഖനമാണ്, സംഭവമാണ്. എന്താണ് സംഭവം? അതിലവർ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും കൂടി കുറേ പേര് കളിയാക്കുമ്പോഴേക്കും അവരുടെ ശിരോവസ്ത്രം അഴിക്കേണ്ടി വരുന്നു. എന്നിട്ട് സഭാവസ്ത്രം ധരിച്ച് നടക്കാനാവാത്ത ഒരു ആസാമിനെ കുറിച്ചാണ് ദീപിക പത്രം 1 മാസം മുമ്പ് ലേഖനം എഴുതിയത്. തുടർ പരമ്പര, ഇന്ത്യ രാജ്യത്തെ വേട്ട. ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി ഈസ്റ്റർ ദിനത്തിന്റെ അവധി എടുത്തു കളഞ്ഞപ്പോൾ, ഈസ്റ്റർ ദിനത്തിന് അവധി ഇല്ലാതെയാക്കിയത് സത്യം സ്വതന്ത്രമാക്കിയതാണോ? സത്യം സ്വതന്ത്രമാക്കുമ്പോഴാണ് മാതാവിന്റെ തലയിലെ കിരീടം ചെമ്പാണെന്ന് ബോധ്യമാകുന്നത്. അങ്ങനെ ചെമ്പ് കിരീടം കൊണ്ട് മാതാവിന് വെച്ചിട്ടും ഒലി വിലയ്ക്ക് പകരം നിങ്ങൾ സൗഭാത്രപരമായ ഒരു വാക്ക് നിങ്ങൾ സൗഭാത്രപരമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗവർണറെ ഇവിടുത്തെ എല്ലാ സഭാ നേതൃത്വത്തിൻ്റെയും അരമനകളിലും കടന്നു പോവുകയും 51 തവണ ഞാനൊരു ബിഷപ്പിൻ്റെ അരമനെ പോയി എന്ന് ഒരു ഗോവ ഗവർണർ ഇവിടെ വീമ്പിളക്കുകയും ചെയ്യുമ്പോഴാണ്
യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി. തിരിച്ചറിഞ്ഞിരിക്കുന്നു സത്യം. ശരി. ആ സത്യമാണ് നമ്മുടെ മുമ്പിൽ ഇതൾ വിരിയുന്നത്. ഷിയേ ഷുക്കൂർ, രണ്ട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടിനെയും കൂട്ടി വായിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. ഒന്ന്, നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് സമാനമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നത്, ജർമ്മനി, അമേരിക്ക, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും സാധാരണഗതിയിൽ ഇല്ലാത്ത പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം CAയുടെ കാര്യത്തിനകത്ത് വലിയ നിലയിൽ എജിറ്റേറ്റഡ് ആണ്. സുന്നി EK വിഭാഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വരെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടത്തിനെ കുറിച്ചായിരുന്നു ആ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. രണ്ട്, ഇന്ന് ദീപിക സമീപകാലത്ത് സമാനമായിട്ടുള്ളൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ അറിവിൽ ഇത്രയും കാഠിന്യമുള്ള വാക്കുകൾ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് BJP സർക്കാരിനെതിരെ ഉന്നയിക്കാറില്ല. നല്ല രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അത് അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള മറ്റ് കക്ഷികളുടെ ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ വിമർശനമോ ആണ്. ഇവിടെ ആണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ഒരു കാരണവശാലും തിരികെ വരാൻ പാടില്ല എന്നുള്ള കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളോടുള്ള സന്ദേശം. നമുക്ക് ഇതിനെ ഷിയേ ഷുക്കൂർ ഒരു പ്രതീക്ഷയോടുകൂടിയാണോ കാണുന്നത്? അങ്ങനെയാണ് എങ്കിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, UDF എവിടെ നിൽക്കുന്നു? അല്ല, നികേഷ്, കോൺഗ്രസിന്റെ നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട് തുടരുകയാണ്. അതിനകത്ത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, അതുകൊണ്ട് മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയം ഞങ്ങൾ സ്വീകരിച്ചിട്ടേയില്ല. കോൺഗ്രസിന്റെ എല്ലാ കാലത്തുമുള്ള നയങ്ങളിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മതന്യൂനപക്ഷ സംരക്ഷണം. എല്ലാ കാലത്തും ഭരണഘടനാപരമായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതും അവർക്കുണ്ടാകുന്ന പീഡനങ്ങളിലും അവർക്കുണ്ടാകുന്ന യാതനകളിലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എല്ലാ കാലത്തും. നമുക്കറിയാമല്ലോ, മണിപ്പൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ മണിപ്പൂരിലെ വിഷയം പാർലമെന്റിൽ അവതരിക്കപ്പെടുമ്പോഴും അത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ 1 മണിക്കൂറിലധികം മറുപടി പറയുമ്പോൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി എത്രയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഞാൻ ചോദിച്ചത് അദ്ദേഹം എടുത്തിരുന്ന ഞാൻ നോക്കൂ, ഇതിനകത്ത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJPക്കെതിരെ നിലപാടെടുക്കുമ്പോൾ കേരളത്തില് BJPക്കെതിരെ ഞങ്ങളാണ് മുമ്പിൽ എന്ന് LDFും UDFും പറയുന്നുണ്ടല്ലോ. ഇതിൽ നോക്കൂ, സാധാരണഗതിയിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ക്രൈസ്തവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് UDFിലേക്കായിരുന്നു മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഉമ്മൻചാണ്ടി ഇല്ലാത്ത, KM മാണി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. UDFിലേക്ക് ആ ചാല് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കീറിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ ചാലിലൂടെ തന്നെയാണ് ഈ പറയുന്ന വോട്ടുകൾ ഒഴുകി വരുന്നത് എന്ന് ഉറപ്പുണ്ടോ ശ്രീ ഷുക്കൂർ? ഒരു സംശയം വേണ്ട. ജനാധിപത്യ മുന്നണിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന് ഒരു സംശയവുമില്ലാതെ, കാപട്യമില്ല, ഞങ്ങൾക്ക് മറ്റാരുമായിട്ട് അന്തർധാരകളില്ല, ഞങ്ങൾക്ക് മറ്റു രൂപത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങൾ ഇത്തരത്തിലില്ല. ഞങ്ങൾ തുറന്ന്, അത് കേരളത്തിലെ CPM മുന്നണി എടുക്കുന്നത് പോലെ അല്ല ഞങ്ങളുടെ നയസമീപനം. കർണാടകയിൽ BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടിയെ ഇവിടെ ഞങ്ങളുടെ മുന്നണിയിലില്ല. BJPയോടൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾ ഇവിടുത്തെ LDF മുന്നണിയിലുള്ളതുപോലെ ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ വ്യക്തമായ നിലപാടുകളാണുള്ളത്. മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ED കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ, പിണറായി വിജയന്റെ മറ്റു രൂപത്തിലുള്ള ലാവ്ലിൻ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റ് ED അന്വേഷണവും CBI അന്വേഷണങ്ങളും നിർജീവമാക്കാൻ,
ഏത് തരത്തിലുള്ള അന്തർധാരയാണോ CPM കൈക്കൊണ്ടിട്ടുള്ളത് അത് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, CPM ഉം BJP യും തമ്മിൽ അന്തർധാരയുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒഴുകി വരിക UDF ന്റെ പെട്ടിയിലേക്കാണ് എന്നാണ് ശ്രീ A. ഷുക്കൂർ വിശദീകരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, സാധാരണഗതിയിൽ ഇല്ലാത്ത വിമർശനം എന്നൊന്നും നമുക്ക് പറയാനാകില്ല. ക്രൈസ്തവ സഭാ നേതാക്കൾ പലപ്പോഴായി ഇത്തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു ഫെസ്റ്റിവൽ, ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ ഈസ്റ്റർ ദിനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം വേദനകൾ തുറന്നു പറയുക എന്നുള്ളതിലൂടെ ഒരു പൊളിറ്റിക്കൽ സന്ദേശം നൽകുന്നതിന് പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക്, ആഗോള ക്രൈസ്തവർക്ക് തന്നെ ദുഃഖ വെള്ളിയാഴ്ച ദിവസം, യേശുദേവൻ കുരിശിൽ മരിച്ച ദിവസം ഒരു വലിയ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ ദിവസം തന്നെ BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങൾ. ആ സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം തന്നെ എഴുതുന്നു. ഞാനതിനെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് മാതിരി വികാരപരമായ ഒരു പ്രതികരണത്തിലല്ല. പക്ഷേ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞത്, യേശുദേവൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു വംശീയ ലഹള എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വംശീയ ലഹളയാണ്. എന്തിന് ക്രിസ്ത്യാനികൾ വേവലാതിപ്പെടുന്നു എന്ന ചോദ്യം അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാനിടുന്നു. ക്രിസ്ത്യാനികളോ ക്രിസ്ത്യൻ മത നേതാക്കളോ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അവിടെ മണിപ്പൂരിൽ നടക്കുന്നത്, അവിടെ പള്ളികൾ ആക്രമിച്ച് തകർക്കുന്നത്, ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് ഒരു വംശീയ ലഹളയുടെ ഭാഗമാണ്. അതിലാരും ഖേദിക്കേണ്ടതില്ല, ആരും ദുഃഖിക്കേണ്ടതില്ല എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ, ഉത്തരവാദപ്പെട്ട കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിക്ക് പറയാൻ കൊള്ളാവുന്ന വാചകമാണോ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ? അതായത് ലഹള നടക്കുകയാണ് അവിടെ മാസങ്ങളായി, എന്നിട്ട് നടന്നോട്ടെ എന്ന് പറയുക, അതുന്മൂലനമാണ് നടക്കുന്നത് അവിടെ. ഒരു വംശത്തെ മറ്റേ വംശം ആക്രമിച്ച് കൊന്നൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ. അത് നടന്നോട്ടെ എന്നാണോ പറയുന്നത്? ഈ രണ്ട് വംശങ്ങളും ഇന്ത്യക്കാരല്ലേ? അതിൽ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ എന്നുള്ളതല്ല വിഷയം. മണിപ്പൂരിലെ ഈ രണ്ട് വംശങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ വംശങ്ങൾ, ഒരു വംശം മറ്റൊരു വംശത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ, ഒരു വംശം മറ്റൊരു വംശത്തെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ നടന്നോട്ടെ, അത് വംശീയ ലഹളയാണ് എന്ന ലേബൽ ചെയ്തിട്ട് മാറ്റി നിർത്താൻ എങ്ങനെ കഴിയും ഒരു രാഷ്ട്രീയ നേതാവിന്? സന്ദീപ് വാര്യർ, ഞാനൊന്നും ഓർക്കട്ടെ, ഞാൻ മാതൃഭൂമി ചേർന്നത് 1980-ലാണ്. 80 മുതൽ ഞാൻ തിരുവനന്തപുരം കത്തിയെരിയുന്നത് കണ്ടു ഒരു വർഗീയ ലഹളയുടെ ഭാഗമായിട്ട്. കേരളം അങ്ങനെ വർഗീയ ലഹളകൾക്കൊന്നും സാക്ഷ്യം നിന്നിട്ടില്ല. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അന്ന് എൻ്റെ കൂടെ മാതൃഭൂമിയിലുണ്ടായിരുന്ന MG രാധാകൃഷ്ണൻ, മലയൻകീഴ് ഗോപാലകൃഷ്ണൻ, ശേഖരൻ നായർ, TN ഗോപകുമാർ, അദ്ദേഹം അന്തരിച്ചുപോയി, ഏഷ്യാനെറ്റിൻ്റെ എഡിറ്ററായിരുന്നു, പിന്നീട് ശശിമോഹൻ, M ഹരികുമാർ, ഇവരൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ചാലക്കമ്പളം കത്തിയിരിക്കുന്നു. ഞങ്ങളുടെ വേണുവേട്ടൻ ന്യൂസ് എഡിറ്റർ, PC സുകുമാരൻ നായരുടെ ബ്യൂറോ ചീഫ്, PR വാര്യർ ബ്യൂറോ ചീഫ്. അന്ന് നികേഷ് കേൾക്കണം, ഞങ്ങൾ മാതൃഭൂമി, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ വേണുവേട്ടൻ പത്രം തയ്യാറാക്കുകയാണ്. ചാലക്കമ്പോളം കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. പക്ഷേ അർദ്ധരാത്രി ആയപ്പോൾ 11 മണിക്ക് ശേഷം ഞങ്ങളുടെ പത്രം 10 മണിക്ക് അടിച്ചെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. മാതൃഭൂമി അന്നത്തെ കാലത്ത് എല്ലാം ബസ്സിനൊക്കെയാണ് പോകുന്നത്. ബസ്സൊക്കെ ഓടുന്നില്ല, പലതും തിരുവനന്തപുരം ആകെ സ്തംഭിച്ചിരിക്കുന്ന സമയം കൂടി, ദിവസം കൂടി. എന്നിട്ടും രാത്രി 10-11 മണിയോടുകൂടി കരുണാകരൻ മുഖ്യമന്ത്രി പട്ടാളത്തെ വിളിക്കുന്നു. പട്ടാളത്തെ വിളിച്ച് അടിയന്തരമായിട്ട്, അതുവരെയും പട്ടാളത്തെ വിളിച്ചില്ല. അതുവരെയും നഗരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇറങ്ങിയിട്ടില്ല. 1983 വർഗീയ ലഹളയുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരായ പത്രക്കാർ കണ്ടുകൊണ്ടിരുന്ന സമരം. രാത്രിയിൽ കരുണാകരൻ അതുണ്ടായില്ല മണിപ്പൂരിൽ എന്നുള്ളതാണല്ലോ ശ്രീ ജേക്കബ് ജോർജ് താങ്കളുടെ വാദം. നോക്കൂ, അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത്. നമ്മൾ കേരളത്തിലെ സ്ഥിതി പറഞ്ഞോളൂ, പൂർത്തിയായി. അല്ല, 2 വരിയുടെ ഉള്ളൂ. PJ അലക്സാണ്ടർ നേതൃത്വത്തിൽ പോലീസ് ഇറങ്ങി, പട്ടാളം ഇറങ്ങി, അടിച്ചമർത്തി, ലഹള അടിച്ചമർത്തി, പട്ടാളവും പോലീസും കൂടി അടിച്ചമർത്തണമായിരുന്നു വംശീയ ലഹള. അടിച്ചമർത്താൻ ഗവൺമെന്റ് തയ്യാറായോ? സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തയ്യാറായോ? ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ, അങ്ങയുടെ ഉത്തരം എന്താണ്?
അല്ല, അക്കാര്യത്തിൽ അടിച്ചമർത്തണം. നേരത്തെ തന്നെ ഒരു ലഹരി പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കോട്ട് ചെയ്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് അങ്ങനെ ചെയ്തു ഒരു പോ. കലാപം വളരുകയാണ് എങ്കിൽ അതിന് സർക്കാരിന്റെ ഒത്താശ ഉണ്ട് എന്നുള്ളത് അത് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലും നമ്മൾ അത്തരത്തിലുള്ള കലാപങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ജേക്കബ് ജോർജ് BJP-യുടേത് മാത്രമായി നമുക്ക് വിലയിരുത്താനാകില്ല. അത് തന്നെയാണ് അതെ, അതെ. ഗുജറാത്തിൽ നടന്ന അത് അത് തന്നെയാണ്. നോക്കൂ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ താങ്കളിപ്പോൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ്, പത്തനംതിട്ടക്കാരനാണ്. തിരുവനന്തപുരത്തിൽ ലത്തീൻ വോട്ട് അതിനിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ വിഭവങ്ങളുണ്ട്, ആ പാർട്ടിയുടെ കയ്യിലും വിഭവങ്ങളുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, നോക്കൂ, മറ്റൊരു ലോക്സഭാ മണ്ഡലം BJP-ക്ക് ഒരുപക്ഷെ ഒരു മൂന്നാം ശക്തിയായി ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലം തൃശ്ശൂരാണ്. അവിടെയും 30% മീതെ ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഇന്നത്തെ ദിവസം ആ നിലയിൽ BJP-യെ ഇപ്പോൾ സന്ദീപ് വാര്യർ എന്തു പറയുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു BJP-യുടെ പ്രതിനിധി എന്തു പറയുന്നു എന്നുള്ളതല്ല, BJP-യെ ഇന്നത്തെ ദിവസം പണി വെറുതെ ആയല്ലോ എന്നിരുന്ന് ചിന്തിക്കുന്നുണ്ടാകുമോ? അല്ല, അതിൻ്റെ പശ്ചാത്തലം കൂടി ഉണ്ട് നികേഷ്. കാരണം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതേ വേദിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ള, ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ പോലും മുഴുവൻ ഹിന്ദുക്കളുടെയും വോട്ടുകൾ, അതിലൊരു നല്ല ശതമാനം വോട്ടുകൾ പോലും BJP-ക്ക് കിട്ടാനായിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എത്രയോ കാലമായി പണിയെടുത്തിട്ടും കിട്ടുന്നില്ല. ലോക്സഭയിലേക്ക് ഒറ്റ സീറ്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. നിയമസഭയിലേക്ക് ആകൂടി കിട്ടിയത് O. രാജഗോപാലിൻ്റെ വിജയം മാത്രമാണ്. ഈ പശ്ചാത്തലത്തിലാണ് വളരെ ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനമാണ് കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗമായ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയേ പറ്റൂ. കിട്ടിയെങ്കിൽ മാത്രമേ BJP-ക്ക് ജയിക്കാൻ കഴിയൂ. അവർ തലശ്ശേരി ബിഷപ്പിനെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, റബ്ബറിന് 300 രൂപയാക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിനിധിയെ ഞങ്ങൾ തരാമെന്ന്. പക്ഷേ അത് ഇപ്പോഴദ്ദേഹം എന്ത് പറയുമെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ ക്രിസ്ത്യൻ സമുദായങ്ങൾ BJP-ക്കെതിരെ തുറന്ന ഒരു ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി BJP-ക്ക് അത് അഭിമുഖീകരിക്കേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെയോ ഏതെങ്കിലും മണ്ഡലത്തിലോ ഇതെങ്ങനെ ബാധിക്കുമെന്ന് പറയുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണ് നമ്മൾ. അത് ഞാൻ പറയുന്നില്ല, അതിൻ്റെ അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ BJP നേതൃത്വം എന്ത് നിലപാടെടുക്കുന്നു? സംസ്ഥാന നേതൃത്വം വിചാരിച്ചാൽ പോരാ. ദേശീയ നേതൃത്വം ക്രൈസ്തവരെ മാത്രം കരുതിയിട്ട് കാര്യമില്ല. ക്രൈസ്തവരുൾപ്പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളോട്, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗക്കാരോട്, ഹിന്ദുക്കളായ ദളിതരോട്, അവരോട് BJP-ക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, BJP അവരോട് സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം. വ്യക്തമാക്കിയാൽ പോരാ, അത് കാണിച്ചു. മറുപടി പറയാൻ അവസരം തരാം. ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട് നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ പോൾ തേലക്കാട്, നോക്കൂ, ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഇന്ന് രാഷ്ട്രീയ നിലപാട് തുറന്ന് പറഞ്ഞ ദിവസമാണ്. ഒരുപക്ഷെ ആർക്ക് വോട്ട് ചെയ്യണം പറഞ്ഞതിനപ്പുറത്ത് ഒരു വിശാലമായ രാഷ്ട്രീയത്തിൽ ഇന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ നിലപാട് പറഞ്ഞിരിക്കുന്നു. മണിപ്പൂരൊക്കെ നോക്കൂ ഫാദർ പോൾ തേലക്കാട്, അതായത് ഈസ്റ്റർ ദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചവിരുന്നിന് ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഈ നിലപാട് പറഞ്ഞില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പക്ഷേ ലോക്സഭ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ കൃത്യമായ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭാ വിശ്വാസികൾ ഒരു കൺസോൾഡേറ്റ് ചെയ്ത വോട്ട് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് തന്നെ ഇത്തവണയും വോട്ട് ചെയ്യും എന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ ഒരു ഗൗരവമായ പ്രശ്നം ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ ക്രിസ്ത്യാനികളോടും ന്യൂനപക്ഷങ്ങളോടും മാത്രമല്ല, മനുഷ്യൻ എന്ന അമൂർത്തമായ ആദർശത്തോടുള്ള കാഴ്ചപ്പാട് BJP-ക്ക് എന്താണ്? അത് വർഗം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ അടിയിൽ കിടന്ന, മനുഷ്യരെ പോലെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ജാതി വ്യവസ്ഥയിൽ അടിയിൽ കിടക്കുന്ന ആളുകളോടും എന്താണ് അവിടെ സമീപനം എന്നത് ആശങ്കാജനകമാണ്. ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല, ബലഹീനരായ മനുഷ്യവംശത്തോടുള്ള കാഴ്ചപ്പാട്, ഈ ഉന്നത വർഗത്തിന്റെ കാഴ്ചപ്പാട് ആണോ, അത് മാത്രമാണോ BJP-യുടെ രാഷ്ട്രീയപരമായ മനുഷ്യത്വപരമായ നിലപാട് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ BJP തയ്യാറുണ്ടോ എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം. അതാണ് ന്യൂനപക്ഷങ്ങളോട് എല്ലാവരോടും കാണിക്കുന്നത് ഒരു മനുഷ്യത്വരഹിതമായ കാഴ്ചപ്പാട് എവിടെയോ അടിയിൽ നിൽക്കുന്നു എന്നുള്ള
ഭയവും ഭീതിയും ആശങ്കയും ജനങ്ങൾക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്. ഇതാണ് ഗൗരവമായി BJP ഫാദർ പോൾ തേലക്കാട്, പച്ചക്ക് ചോദിച്ചാൽ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ BJP ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളോട് ഗൗരവമായി പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണല്ലോ ഈ സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല എന്ന വിമർശനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അന്ന് ഈ BJPയെ വെറുപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നാ പണി കൊടുത്തു കളയാം എന്ന് തീരുമാനിക്കുകയുമാണോ? അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഗൗരവമായി ഈ വിഷയം അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ടോ, BJP ഉണർത്തുന്ന മാനവികതയുടെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ഗൗരവമായി സംശയിക്കുന്നത്. സാവധാനം അവർ ആ തലത്തിലേക്ക് വരുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഇരട്ടക്കാപ്പോ എന്തോ അവരടിയിൽ ഒളിച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന ഈ നിലപാട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇനിയും ഭാരതത്തിന് കഴിയുന്നില്ല എന്നുള്ള ഗൗരവമായ പ്രശ്നമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രതിസന്ധി തന്നെയാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ബോധമുള്ള ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. ആ ചിന്തയിലേക്ക് സഭയുടെ മേൽധ്യക്ഷന്മാരും വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും അന്ധകാര ശക്തികൾ ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ അക്രമം നടത്തുന്നു എന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുന്നത്. എന്ന് വെച്ചാൽ BJPക്കെതിരെ വോട്ട് ചെയ്യരുത് എന്നാണോ? നോക്കൂ, അടുത്ത ദിവസം ഈസ്റ്റർ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ BJP നേതാക്കൾ അരമനകൾ സന്ദർശിക്കും. BJP പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശവുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോകും. ഇന്ന് എറണാകുളത്തെ BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ പ്രചരണം നിർത്തി വെച്ചിരിക്കുകയാണ്, ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന ദിവസമാണ്, ഞാൻ 10-30 വർഷമായി അങ്ങനെയാണ് എന്നുള്ളതാണ്. വളരെ വ്യക്തിപരമായി പോലും താങ്കൾക്ക് ആ BJPയുടെ സ്ഥാനാർത്ഥിയെ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളോ അല്ല ഇവിടെ ഗൗരവമായ പാർട്ടിയുടെ ഹിന്ദുത്വ നിലപാട് മനുഷ്യനോട്, അത് ആദിവാസിയാകാം, ഹരിജനാകാം, ക്രൈസ്തവനാകാം, മുസ്ലിം ആകാം, അങ്ങനെയുള്ള വെറും മനുഷ്യനോട് എന്ത് സമീപനമാണ് ഹിന്ദുത്വ അജണ്ടയുടെ പ്രത്യയശാസ്ത്രത്തിലെ സമീപനം എന്താണ് എന്നതാണ് അടിസ്ഥാനമായി ചോദിക്കേണ്ട ചോദ്യം. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടുമ്പോഴാണ് ആശങ്കകൾ ജനിക്കുന്നത്. അത് വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവർക്കുണ്ടെങ്കിൽ അവർ പറയേണ്ട സമയമാണിത്. എന്ന് വെച്ചാൽ കേരളത്തിലൊരു കൺസോളിഡേറ്റഡ്, അങ്ങനെ തന്നെയാണ് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതായത് കേരളത്തിലെ ഒരു കൺസോളിഡേറ്റഡായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷം. തീർച്ചയായിട്ടും ആ ബോധത്തിലേക്ക് ക്രൈസ്തവർ അൽമായ ധാരാളം വന്നിട്ടുണ്ട്. സഭയിലെ നേതാക്കന്മാരും ആ തലത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരൊരു മാതൃകയായി കണ്ടിരുന്നത് ഗോവ സംസ്ഥാനത്തെയാണ്. ഗോവയിൽ എങ്ങനെയാണോ ഹിന്ദുത്വ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സംഗമിച്ചത്, സമാനമായ വിധത്തിലുള്ളൊരു കോമ്പിനേഷൻ കേരളത്തിലും ആവശ്യമാണ് എന്ന നിലപാടിലായിരുന്നു. ഈ സ്നേഹയാത്രയൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ പോകാൻ കഴിയില്ല കേരളത്തിലെ ക്രൈസ്തവർക്ക്. ഗോവ പോയത് എങ്ങനെയാണ് കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഗോവയിൽ ആ ക്രൈസ്തവർ എങ്ങനെ മനുഷ്യത്വം കണ്ടു എന്ന പ്രശ്നമല്ല ഇവിടെ എൻ്റെ മുമ്പിലുള്ളത്. ഇന്ത്യയിൽ ഉടനീളം മനുഷ്യരെ മനുഷ്യരായി കാണാൻ തയ്യാറുള്ള ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ടോ? ഇതാണ് ഗൗരവമായ പ്രശ്നം. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടാതെ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ലോക്കലായിട്ട് പ്രാദേശികമായ ഒത്തുതീർപ്പുകളുടെ പ്രശ്നമല്ല ഇത്. ഗൗരവമായ മാനവിക പ്രശ്നമാണത്. ആഗോളതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ എന്നുള്ളത്? ഭാരതം എന്നത് ഗൗരവമായി ലോകം ഉറ്റുനോക്കുന്ന പ്രശ്നമാണ് എന്നുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെയാണ് ഹിന്ദുത്വ പാർട്ടി അതിൻ്റെ നയം വ്യക്തമാക്കേണ്ടത്, മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്. ഫാദർ പോൾ തേലക്കാട്, നന്ദി സഹകരിച്ചതിന്. ശ്രീ സന്ദീപ് വാര്യർ, നോക്കൂ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് താങ്കൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. മണിപ്പൂരിലെ കാര്യമാണെങ്കിലും 300ഓളം കൊലപാതകങ്ങൾ നടന്നു. ഈ ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിവസമാക്കാൻ പോലും ശ്രമിച്ചു. വലിയ പ്രതിരോധം ഉണ്ടായതിനു ശേഷമാണ് ആ പ്രവൃത്തി ദിവസമാക്കാനുള്ള തീരുമാനം മണിപ്പൂർ സർക്കാർ, ബിരേൻ സിംഗ് സർക്കാർ പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കേരളത്തിലെ BJPക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് BJPയുടെ ഒരു ഐഡിയോളജി, നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ച ആ ഐഡിയോളജി സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ? നികേഷ്, ഇവിടെ 5 പേരാണ്, നികേഷ് അടക്കം 5 പേരാണ് എനിക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
തടസ്സപ്പെടുത്താനാണെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്ക് അവസരം തരേണ്ടതിൽ അവർ ബാക്കിയുള്ളവർ സംസാരിച്ച് പോയിക്കൊള്ളട്ടെ. തടസ്സപ്പെടുത്താതെ സമയം തരണം. സന്ദീപ് വാര്യർ ഒരു കാര്യം ചെയ്യ്. സന്ദീപ് വാര്യർക്ക് ഞാൻ സമയം വെക്കാം. ഇപ്പോൾ 8:36 സന്ദീപ് വാര്യർക്ക് എത്ര വേണം സമയം വേണം, ഞാൻ ഇടപെടില്ല. പക്ഷെ അത് നിങ്ങളുടെ തന്നെ വാദത്തെ നഷ്ടപ്പെടുത്തുമെന്നേ ഉള്ളൂ. ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ വളരെ എന്താ പറയുക പാസീവായി നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പോവും, അത്രേ ഉള്ളൂ. നികേഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അർത്ഥശൂന്യമായതുകൊണ്ടാണ് പലപ്പോഴും അത് ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയും മനുഷ്യർ കേൾക്കാതിരിക്കാൻ വേണ്ടിയും അല്ല വേണ്ടത്, ഞാൻ അർത്ഥശൂന്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. സന്ദീപ് വാര്യർ ഞാനൊരു കാര്യം ചെയ്യാം. നേരത്തെ ആർക്കും 3-4 മിനിറ്റോ ഒന്നും ഒന്നിച്ചു കൊടുത്തിട്ടില്ലല്ലോ. 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഇരിക്കുന്നു. ഇപ്പോൾ 8:37 4 മിനിറ്റ് സന്ദീപ് വാര്യർ പറഞ്ഞോളൂ. കാരണം നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്നവരുമായിട്ടേ യോജിച്ചു പോകാൻ കഴിയുള്ളൂ സന്ദീപേ. അല്ല കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നിന്ന് BJP പ്രതിനിധി ഇറങ്ങിപ്പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP പ്രതിനിധി അനിവാര്യമാണ്. ഇതൊരു ജനാധിപത്യ ചർച്ചയാണല്ലോ. അത് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾ അർത്ഥശൂന്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ചോദിക്കുന്നില്ല, 4 മിനിറ്റ് എടുത്തോളൂ. അല്ല, ഞാൻ മറ്റൊരു ചർച്ചയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ അഭിപ്രായം പറഞ്ഞില്ല. അത് ഞാൻ അങ്ങനെ വ്യക്തിപരമായി വിളിച്ച് ഞാൻ പിന്നീട് അതിന്റെ അഭിപ്രായം പറഞ്ഞു കൊള്ളാം. അതാണല്ലോ അതിൽ മര്യാദ എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ അനിൽകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യം സ്ഥിരമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു ക്ലീഷേ കാര്യം പറഞ്ഞു, വിചാരധാരയുമായി ബന്ധപ്പെട്ടിട്ട്. നോക്കൂ, ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗോൾവൽക്കറുടെ ആ കാലത്ത് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ സമാഹാരമാണ്. ഇപ്പോഴത്തെ സർസംഘചാലക് പൂജനീയ മോഹൻ ഭഗവത്ജി കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് RSS എന്ന് പറഞ്ഞത് അടച്ചുപിടിച്ചൊരു സംഘടനയല്ല. ആ കാലത്ത് സംസാരിച്ചത് മുഴുവൻ എല്ലാ കാലങ്ങളിലേക്കും പിന്തുടരേണ്ട ഒരു കാര്യവുമല്ല. പല കാലഘട്ടങ്ങളിലും അന്നത്തെ കോണ്ടെക്സ്റ്റിലനുസരിച്ച് പല രാഷ്ട്ര നേതാക്കളും അന്നത്തെ കാലത്ത് സർദാർ പട്ടേലും ഗാന്ധിജിയും ഒക്കെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞ ചില കോട്ടുകൾ ഞാനിപ്പോൾ പറയാം. അത് എല്ലാ കാലത്തേക്കും എല്ലാ നേതാക്കൾക്കും പിന്തുടരാനുള്ളതാണോ? അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ സാധിക്കില്ല. അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലേക്കും പിന്തുടരേണ്ടതാണ് എന്നൊരു വിവക്ഷയില്ല. RSSന് ആ നിലപാടില്ല എന്നുള്ളത് RSSന്റെ സർസംഘചാലക് വ്യക്തമാക്കിയിട്ടുള്ള സ്ഥിതിക്ക് അത് തന്നെ വീണ്ടും ചർവണം ചെയ്യുകയല്ലാതെ അനിലിന് വേറെ മാർഗമൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്താണ്, ക്രിസ്ത്യാനിറ്റിയെ ആഗോളതലത്തിൽ ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ളതും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് നിങ്ങൾ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ, അതല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ വിഭജിച്ചു പോയ രാജ്യങ്ങൾ, അവിടെയെല്ലാം ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കൂ. അവിടെ എത്തിസം പഠിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തൊക്കെ ചെയ്തു? ക്രിസ്ത്യാനികളുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിച്ച് എത്തിസം പഠിപ്പിച്ചു. പള്ളികളെ മ്യൂസിയങ്ങളാക്കി മാറ്റി. ബൈബിൾ നിരോധിച്ചു. ബൈബിൾ പോലും നിരോധിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരാണ് ഇവിടെ നിന്നൊരു വലിയ ക്രിസ്ത്യൻ സ്നേഹം പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി കേരളത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അങ്കമാലിയിലെ വെടിവെപ്പും അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള അക്രമവും നിരവധി നമ്മുടെ താമരശ്ശേരി ബിഷപ്പിനെ കയറി നിഷ്ഠജീവി എന്ന് വിളിച്ചതും അടക്കമുള്ള 100 ക്രിസ്ത്യൻ വിരുദ്ധ ഉദാഹരണങ്ങൾ CPMന്റെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഷുക്കൂർ പറഞ്ഞ ചില കാര്യങ്ങൾ. ഷുക്കൂർ ഇവിടെ വലിയ മാനവവിപക്ഷവും കോൺഗ്രസിന്റെ മതേതരത്വമൊക്കെ പറയുന്നു. ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പാപക്കറ കയ്യിലേന്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് മറക്കരുത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്താണ് നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും വലിയ കലാപങ്ങൾ ഉണ്ടായത്, വംശീയ കലാപങ്ങൾ ഉണ്ടായത്. ആ വംശീയ കലാപങ്ങൾ മണിപ്പൂരിനെ വർഷങ്ങളോളം ഒറ്റപ്പെട്ട് കിടത്തിയപ്പോൾ നിങ്ങളൊന്നും അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ആദ്യമായി വികസനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിയത് നരേന്ദ്രമോദി ഭരിച്ചതിന് ശേഷമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യമായിട്ടൊരു ട്രെയിൻ കിട്ടിയത്, അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യമായിട്ടൊരു എയർപോർട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ കിട്ടുന്നത്, അതല്ലെങ്കിൽ അതിനപ്പുറം വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നത്, അവിടേക്ക് നല്ല റോഡ് വരുന്നത്, അതെല്ലാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ്. നോർത്ത് ഈസ്റ്റിനെ അവികസിതമാക്കി വിടുക എന്നുള്ളത് ഞങ്ങളുടെ നയമായിരുന്നു എന്നുള്ളത് പാർലമെന്റിൽ പ്രസംഗിച്ച ആളുടെ പേര് AK ആന്റണി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ചൈന പേടി കാരണം. ഞങ്ങളാണ് നയം മാറ്റി നോർത്ത് ഈസ്റ്റിലേക്ക് വികസനം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ BJPക്ക് വോട്ട് ചെയ്ത് അവിടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJPയുടെ ഭരണമുള്ളത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ ജനങ്ങൾ BJPക്ക് എതിരായി വോട്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ, ജേക്കബ് ജോർജിന്റെ എന്താ പറയാ പുണ്യാളം ചമഞ്ഞുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന രംഗത്ത് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്തോ നുണ പറഞ്ഞു എന്ന് അദ്ദേഹം പറയണം, അല്ലെങ്കിൽ ഞാൻ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയണം. ഞാൻ എപ്പോഴാണ് മണിപ്പൂരിലെ കലാപത്തെ ന്യായീകരിച്ചത്? ഞാൻ എപ്പോഴാണ് മണിപ്പൂരിൽ ഉണ്ടായ കലാപത്തെ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് കടന്നു ചെന്നു, 5 ദിവസം അവിടെ തുടർച്ചയായി ക്യാമ്പ് ചെയ്തു. അവിടുത്തെ കലാപം അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടികളുണ്ടായി. അവിടുത്തെ 2 വിഭാഗങ്ങളെയും കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവിടെ സമാധാനമുണ്ട്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് ഒന്നും ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം വലിയ രാഷ്ട്രീയ ചിന്തകനെ പോലെ അങ്ങ് കോൺഗ്രസിന് വേണ്ടിയിട്ട് അങ്ങ് ഒലിക്കുകയാണ്.
നിങ്ങളുടെ നിലപാട് എന്താ നമുക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാ ചർച്ചയിലും താങ്കൾ ഒഴുക്കുന്ന ഈ പൂങ്കണ്ണീര് BJPക്ക് എതിരായി പറയുന്ന കാര്യങ്ങൾ ഇത് കൃത്യമായ ബോധ്യം ജേക്കബ് ജോർജ് എനിക്കുണ്ട്. അതുകൊണ്ട് ആ ബഹുമാനം മാത്രമേ താങ്കളോട് എനിക്കുള്ളൂ. താങ്കൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നും കോൺഗ്രസ് നടത്തിയിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭംഗിയായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് താങ്കൾ രാഷ്ട്രീയം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് താങ്കൾ ചർച്ചകൾ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. താങ്കൾക്ക് അത്രയും മറുപടിയുള്ളൂ. ഇനി ബഹുമാനപ്പെട്ട തേലക്കാട്ടച്ചൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഈ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അദ്ദേഹത്തിനോട് മറുപടി പറയട്ടെ. അദ്ദേഹം ഈ വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ലോകത്ത് ക്രിസ്ത്യൻ സമൂഹം പെർസിക്യൂഷൻ അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ ദളിതരോടുള്ള സമീപനം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങളുടെ ദളിതരോടുള്ള സമീപനം, ഞങ്ങളുടെ പിന്നോക്കക്കാരുടെ സമീപനം ഞങ്ങൾ കാണിച്ചു തരാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് ഒരാളായിരുന്നെങ്കിൽ ഇത്തവണ പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലെ ഒരു വനിതയാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ്. ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഏറ്റവും അധികം ദളിതന്മാരുള്ള മന്ത്രിസഭ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയാണ്. ഏറ്റവും അധികം ST വിഭാഗത്തിലെയും SC വിഭാഗത്തിലെയും MP-മാരും മന്ത്രിമാരും ഉള്ളത് ഞങ്ങളുടെ മന്ത്രിസഭയിലാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരാണ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നും ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ളത്. അതാണ് ഞങ്ങളുടെ സമീപനം. ഞങ്ങൾ അവർക്ക് അധികാരം കൊടുത്തു, അവരെ ഞങ്ങൾ ശാക്തീകരിച്ചു, അവരെ ഞങ്ങൾ പാർട്ടിയിലും ഞങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു. ഒരു തവണ കൂടി സമയം ഉണ്ടാവും ഇടവേളയ്ക്ക്. കെ അനിൽകുമാർ, നേരത്തെ ശ്രീ സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മോഹൻ ഭാഗവത് ഗോൾവാൾക്കറെ തള്ളിപ്പറഞ്ഞു എന്നാണ്. VD സവർക്കറുടെ പുസ്തകങ്ങളുണ്ട്, ഗോൾവാക്കറുടെ പുസ്തകങ്ങളുണ്ട്. 1939 നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം. ഇന്ന് ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ആ പുസ്തകം തള്ളി പറയുമോ? അതിൽ ന്യൂനപക്ഷം എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യാനി എങ്ങനെ മര്യാദയാണ്, പിന്നെ ആരുടെയാണ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു. We and our nation could define. We and our നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. പിന്നെ ആരുടെ പുസ്തകം? അങ്ങ് പറഞ്ഞോളൂ, ആരുടെ പുസ്തകം എന്ന് പറഞ്ഞോളൂ. പിന്നെ ആരുടെ പുസ്തകം? അല്ല, ആരുടെ പുസ്തകം എന്ന് പറയൂ. നോ കമ്പൈലേഷൻ. 6 അധ്യായങ്ങളുടെ പുസ്തകം, ഒരാളുടെ അല്ല, 6 അധ്യായങ്ങളുടെ പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്. 6 അധ്യായങ്ങളുടെ പുസ്തകം. 5-ാമത്തെ 6-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്ക്, ന്യൂനപക്ഷം എങ്ങനെ ജീവിക്കണമെന്ന്. ഈയിടെ RSSന്റെ ഒരു സമ്മേളനം നടന്നല്ലോ. ആ RSSന്റെ സമ്മേളനത്തിൽ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? അത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പൗരത്വം ഇല്ലാത്തവരായി മാറും നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടില്ലേ? ഇവിടെ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, RSS ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ മെയ്തകളെ, ആരംഭാഗ് മെയ്തകളെ ആയുധവൽക്കരിച്ച പോലെ. ഞാൻ പറയട്ടെ, ഒരു സമ്മതവുമില്ല എന്ന ഒരു കാര്യം ഞാൻ പറയാം. ആ പുസ്തകത്തിൽ ഗോൾവാക്കർ നന്ദി പറയുന്നുണ്ട്. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചത്, ഞാൻ പറയട്ടെ സാർ, ഞാൻ എന്റെ സമയം കളയരുത്. അല്ലല്ല, ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് നിങ്ങൾ തെറ്റ് പറയാ, ദയവായി ഒന്ന് പറയൂ. ഈ പുസ്തകം എഴുതുന്നതിന് ഞാൻ ആധികാരികമായിട്ട് പറയാം. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആരോട് നന്ദി പറയുന്ന? സവർക്കറോട്. തീർന്നില്ല കേട്ടോ. ആ പുസ്തകത്തിന് ആമുഖം എഴുതി ആരാന്നറിയാമോ? MS അനോയ് ആരാണ്? കോൺഗ്രസിന്റെ നേതാവ്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, MS അനോയിയാണ് കോൺഗ്രസിന്റെ നേതാവാണ്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത് MS അനോയ്. കോൺഗ്രസിന്റെ സമ്മേളനത്തിനിടയ്ക്ക്, ഇതിന് തിരക്ക് പിടിച്ച സമയത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതി തന്നല്ലോ എന്ന് നന്ദി പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമുക്കാണ് ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാ. ആ ചർച്ചയ്ക്ക് റിപ്പോർട്ടർ TV അനുവദിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരുമായിട്ട് ആ പുസ്തകം വെച്ച് നിഷേധിക്കത്തില്ല. അല്ലല്ല, ബാക്കൂടെ പറയാം. ഈ കേരളത്തിനകത്ത് RSSന്റെ കായിക ശക്തി മണിപ്പൂരിലെ പോലെ ഇല്ല. നിങ്ങൾ UP-യിലെ കായിക ശക്തി എങ്ങനെ ഉണ്ടാക്കി? ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ തല്ലാൻ ആരെയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഠാക്കൂർമാരെ കൊണ്ടുവന്നത്. മുസഫർ നഗർ കലാപം, ഠാക്കൂർ മുസ്ലിം കലാപം, ഠാക്കൂർമാരെ ഉപയോഗിച്ചിട്ടാണ് മുസഫർ നഗർ കലാപം ഉണ്ടാക്കിയത്. ഇതേ രീതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തെ
RSSന്റെ പിണിയാളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ്, ഇടത്താവളമാണ് BDJS. ഇവിടുത്തെ ഒരു പ്രബലമായ സമുദായത്തിന്റെ കായിക ശക്തിയെ എങ്ങനെ ന്യൂനപക്ഷത്തിനെതിരെ തിരിച്ചുവിടാം, അതിനുണ്ടാക്കിയ ഒരു ഇടത്താവളമാണ് BDJS. ആ BDJSനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കായിക ശക്തി നിർമ്മിക്കുന്നുള്ള പ്രവർത്തനത്തെ, RSSന്റെ ലക്ഷ്യങ്ങളെ കായികമായി നേരിടാനുള്ള കരുത്ത്, ആ കരുത്ത് കേരളത്തിനുണ്ട് എന്നത് കൊണ്ടുകൂടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് പറഞ്ഞ സംഭവം നടക്കാതിരുന്നത്. വിമാനം വന്നപ്പോൾ വിമാനത്താവളം കത്തി. തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം വിമാനത്താവളം, ആ കലാപം. കരുണാകർ സർക്കാർ അറച്ചു നിന്നു. അറച്ചു നിൽക്കാത്തൊരു പിണറായി സർക്കാരുണ്ട്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ വിഴുങ്ങാൻ RSS വന്നാൽ അറച്ചു നിൽക്കാതെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഒരു പിണറായി സർക്കാരുണ്ട്, ഒരു സാസ്ത്യം. ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ മുഴുവൻ വേട്ടയാടപ്പെടുമ്പോൾ, 23 സംസ്ഥാനങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, എല്ലാ ഹിന്ദുവിനും വീട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ LDF. ആ കൂടി എല്ലാ ക്രിസ്ത്യാനിക്കും എല്ലാ മുസ്ലിമിനും വീട് കൊടുക്കും. നിങ്ങളുടെ UPയോ നിങ്ങളുടെ ബീഹാറോ? മനുഷ്യ ജീവിതത്തിനകത്ത് കേരളത്തിൽ വരുത്തിയ മാറ്റം ഹിന്ദുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ മാറ്റം വരുത്തി. ഞങ്ങളുടെ അഭിമാനം അതാണ്. അതുകൊണ്ട് നിങ്ങൾ മതം പറയുമ്പോൾ ഞങ്ങൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിന്റെ ഭാഗമായി കേരളം 1ാം സ്ഥാനത്താണ്. ആ കേരളത്തെ പോലും ദുർബലമായ UDFന് എത്രത്തോളം വർഗീയ കലാപം നടത്താൻ കഴിയുമെന്ന് മാറാട് തെളിയിച്ചു. ആ സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് എത്രത്തോളം വരാമെന്നുള്ളത് തിരുവനന്തപുരം തെളിയിച്ചു. അവിടെ അറച്ചു നിന്നു ആന്റണി സർക്കാർ, അറച്ചു നിന്നു കരുണാകർ സർക്കാർ, അറച്ചു നിന്നു ഉമ്മൻചാണ്ടി സർക്കാർ. ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്വാസ്ഥ്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മത നേതാക്കന്മാരും ദീപിക പത്രമൊക്കെ കേരളത്തിൽ എഴുതും. ഞാൻ ഒരു വാക്കൂടെ പറയാം, കേരളത്തിൽ എഴുതും. കേരളത്തിന് പുറത്ത് എഴുതാനാവില്ല. എല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ദീപികയ്ക്ക് എഴുതാം. കേരളത്തിന് പുറത്ത് എഴുതാനാവാത്തൊരു പരിസരത്താണ് മതന്യൂനപക്ഷം ഇന്ത്യയിൽ ജീവിക്കുന്നത്. കേരളത്തിൽ മതന്യൂനപക്ഷത്തിന് കിട്ടുന്ന സ്വാസ്ഥ്യം, സ്വസ്ഥത, വിശ്വാസ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ വേറെ എവിടെ? ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷം ഈ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് സാധ്യമല്ല. നരേന്ദ്രമോദിക്ക് അനിൽകുമാർ ഘോരം പറയുന്നതൊക്കെ ശരിയാണോ, സത്യമാണോ? ഒരിക്കലും അതിനോട് യോജിക്കാനേ കഴിയില്ല. പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ അടുത്ത കാലത്തെ അനുഭവം വിഴിഞ്ഞത്തുണ്ട്. പിണറായി സർക്കാരിന്റെ ഏത് രൂപത്തിലുള്ള ന്യൂനപക്ഷ സംരക്ഷണം നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റു പലയിടത്തുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. അതെല്ലാം ഒരു കാപട്യമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരുടെ രൂപം അങ്ങ് മാറും. അപ്പൊ എന്റെ വിഴിഞ്ഞത്തെ ഏറ്റവും ഒടുവിലത്തെ കേസുകൾ സംബന്ധിച്ച് അനിൽകുമാറിന് പറയാൻ കഴിയാത്തത്? ആരുടെ പേരിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്? കള്ളക്കേസുകൾ, ജാമ്യമില്ലാത്ത വകുപ്പിൽപ്പെടുത്തി കേസുകൾ എടുത്തിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം മാത്രമല്ലല്ലോ, മറ്റ് CAA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ പിണറായി സർക്കാർ എടുത്ത കേസുകളുടെ എണ്ണം എത്രയായിരുന്നു? അടുത്ത കാലത്ത് ഏത് രൂപത്തിലേക്ക് അത് വന്നു നമുക്കറിയാമല്ലോ. വേണ്ട ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക സമുദായത്തിലെ ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകളുടെ പേരിൽ കള്ളക്കേസെടുത്ത് നിയമസഭയിൽ അത് അവതരിപ്പിച്ചതിന് ശേഷം പിൻവലിക്കേണ്ടി വന്ന ഗതികേട് പിണറായി സർക്കാരിനുണ്ടായിട്ടില്ലേ? അത് എവിടെന്നാണ്? പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം VD സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അത് ഉന്നയിച്ചപ്പോഴല്ലേ ഞാൻ വിഴിഞ്ഞത്തെ തുറമുഖത്തിനെതിരെ അവിടുത്തെ ലാറ്റിൻ കത്തോലിക്ക വിഭാഗം നേതൃത്വം നൽകിയ സമരത്തിനെതിരെ കേസെടുത്തു. CAA-ക്കെതിരെ ഉള്ള പ്രതിഷേധത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ കേസെടുത്തു. നാമജപത്തിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ കേസെടുത്തു. അത് നമ്മൾ ഈ ഒരു സാമുദായിക രീതിയിൽ ആ ഒരു ഇതിൽ കൂടെ തന്നെയാണോ കാണേണ്ടത്? അല്ല, അവിടെ ഈ ന്യൂനപക്ഷ പ്രേമം, സ്നേഹം ആ രൂപത്തിലുണ്ട് എന്ന് അവകാശപ്പെടാൻ ഇവർക്ക് ഒരർഹതയുമില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതേ പിണറായി വിജയന് വായിൽ തോന്നുന്നത് എന്തും ആരെയും കുറിച്ച് പറയാം. അവിടെ മത മേലധ്യക്ഷരെന്നോ ന്യൂനപക്ഷ സമൂഹത്തിലെ സഭാന്നോ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലില്ലല്ലോ. അത് അദ്ദേഹത്തിന് അതെന്തുമാകാം. അവിടെയാണ് ഈ രാഷ്ട്രീയ രംഗത്തെ
പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ, അതായത് ഇത്തരത്തിലുള്ള നടപടികൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഷുക്കൂർ, വ്യക്തമാണ് താങ്കളുടെ നിലപാട്, എനിക്ക് വ്യക്തമാണ്. സ്ഥിതി നോക്കൂ, ശ്രീ ജേക്കബ് ജോർജ്, 26% മുസ്ലിങ്ങൾ, 18% വരുന്ന ക്രൈസ്തവ വിഭാഗം. കേരളം അങ്ങനെ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ തന്നെയും വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് വന്ന് മത്സരിക്കുന്നത് ഈ കേരളത്തിലാണല്ലോ, രാഹുൽ ഗാന്ധി. സംഘടനാ ജനറൽ സെക്രട്ടറിയും മത്സരിക്കുന്നത് ഈ കേരളത്തിലാണ്. UDF ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിൽ തന്നെയും കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ അയക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസിന് മാറാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അനിവാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളവും ലെഫ്റ്റ് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളമോ കേരളത്തിൽ നിന്നാണ് അവർക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കണം. ഇതാദ്യമായിട്ടായിരിക്കും CPM-ഓ CPI-യോ കോൺഗ്രസിനെതിരെ കേരളത്തിലല്ലാതെ മറ്റെവിടെയും മത്സരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ പ്രാധാന്യമൊക്കെ തന്നെയും നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ വളരെ ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃപദവി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലുള്ള ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ രണ്ട് വലിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും? പ്രധാന പ്രതിപക്ഷ പദവിയിലേക്കാണോ, അതോ മുഖ്യ കക്ഷിയായിട്ട് കോൺഗ്രസ്, പ്രധാനപ്പെട്ട ഒന്നാമത്തെ കക്ഷിയായി കോൺഗ്രസ് വരുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുക? അതോ ഇടതുപക്ഷമാണ് കുറേ കൂടെ സ്ട്രോങ് ആയ നിലപാടെടുക്കുന്നത്? അതാണല്ലോ ഇടതുപക്ഷം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളാണ് കോൺഗ്രസിനേക്കാൾ ശക്തമായ ന്യൂനപക്ഷ അനുകൂല നിലപാടെടുക്കുന്നത്. എവിടെ ആയിരിക്കും ശ്രീ ജേക്കബ് ജോർജ് വോട്ട് പോവുക? അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ ജനാധിപത്യം നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്ത് സുന്ദരമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, കേരളത്തിലെ ജനങ്ങളുടെ ഒരു മത സൗഹാർദ്ദം, ജനങ്ങളുടെ സൗഹാർദ്ദം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂടിനടുത്ത് ഒരു അമ്പലത്തിൻ്റെയും ഒരു മോസ്കിൻ്റെയും ബോർഡുകൾ ഒറ്റ ബോർഡിലാണ് എഴുതിയിരിക്കുന്നത്. വൈറലായ ഒരു ബോർഡാണ് കേരള ഇന്ത്യയിൽ ഇവിടെ കാണാൻ കഴിയും. അതല്ലേ, അത് സമൂഹത്തിൻ്റെ സൗന്ദര്യമാണ്. കേരള സമൂഹത്തിൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ സൗന്ദര്യമാണ്. അതിനെ അത് കേരളത്തിൽ ഉണ്ടായത് വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ രണ്ട് കോട്ടകൾ, പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് കോട്ടകൾ, ശത്രുതയോടെ നോക്കി നിൽക്കുന്ന രണ്ട് കോട്ടകൾ, അതിനിടയ്ക്കൊരു ഇടം കിട്ടാതെ വിഷമിക്കുന്ന BJP. എന്താണ് BJP ചെയ്യേണ്ടിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട പോൾ തേലക്കാടച്ചൻ വിശദീകരിച്ച് പറഞ്ഞു, പിന്നെയും പറഞ്ഞു. നിങ്ങളുടെ ഹിന്ദുത്വ ഫിലോസഫി എന്താ എന്ന് നിങ്ങൾ തന്നെ നോക്കാൻ. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ എന്നെ എന്താ പുണ്യവാളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്, ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. എൻ്റെ സന്ദീപ് വാര്യർ, ഞാൻ ജീവിതത്തിൽ ഇതുവരെയും, എൻ്റെ കയ്യിൽ പേനയുണ്ട്, എൻ്റെ കയ്യിൽ പത്രമുണ്ടായിരുന്നു, മാതൃഭൂമി, ഇന്ത്യ ടുഡേ എന്ന മാസിക സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് എന്നെ ഇവിടെ തുറന്നു വിട്ടു. ഞാൻ ഒരു വരി കള്ളം എഴുതിയിട്ടില്ല സന്ദീപ് വാര്യർ, ഒരൊറ്റ വാക്ക് ഞാൻ കള്ളത്തരം എഴുതിയിട്ടില്ല. അതാണ് എൻ്റെ വിശ്വാസ്യത. എൻ്റെ മാതൃഭൂമിയിലെ എൻ്റെ ഗുരുക്കന്മാർ, ഇന്ത്യ ടുഡേയിൽ എൻ്റെ ശേഖർ ഗുപ്ത, ISRO ചാരക്കേസ് ഇവിടെ കത്തിയല്ലോ, കത്തിയല്ലോ, ഒരൊറ്റ വരി ഞാൻ ഇന്ത്യ ടുഡേയിൽ എഴുതിയില്ല സന്ദീപ് വാര്യർ. കാരണം എനിക്ക് പോലീസുകാർ തന്ന വിവരം തെറ്റാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അങ്ങനെ എഴുതാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു, ഇന്ത്യ ടുഡേ എനിക്ക് തന്നിരുന്നു. പിന്നെ ഞാനും എൻ്റെ എഡിറ്റർ ശേഖർ ഗുപ്തയും കൂടെ എഴുതിയപ്പോൾ അതൊരു വലിയ പൊട്ടിത്തെറിയായി. അതാണ് സന്ദീപ് വാര്യർ പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരെ അങ്ങനെ പുണ്യവാളെന്ന് വിളിച്ച് കളിയാക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. 83-ലെ ഇവിടുത്തെ കലാപം അടിച്ചമർത്തിയത് കരുണാകരനാണ്. പോലീസ് നോക്കി നിന്നു. പക്ഷേ മാതൃഭൂമിക്ക് പത്രം ഉണ്ടല്ലോ, ചാലക്കമ്പോളം കത്തി എരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു എന്ന 15,000 കോപ്പി ഞങ്ങളുടെ പത്രം അടിച്ചു. വേണുവേട്ടൻ ഉണ്ടാക്കിയ പത്രം, ഞങ്ങളുടെ ന്യൂസ് ഇട്ടർ ഉണ്ടാക്കിയ പത്രം. പക്ഷേ പോലീസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആ പത്രം വിതരണം ചെയ്തില്ല. അത്രയും പത്രക്കെട്ടുകൾ മാറ്റിവെച്ചിട്ട് പുതിയ പത്രം അടിച്ചു. അതാണ് കേരളത്തിലെ പത്രപ്രവർത്തനം.
അതാണ് അതെ, എന്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കേരളത്തിൽ ആവർത്തിക്കുകയാണ് ശ്രീ വർഗീയ ജേക്കബ് ജോർജ്. ലഹളം തീർച്ചയായും ഉണ്ടാക്കാത്തത്. സന്ദീപ് വാര്യർക്ക് താങ്കൾ മറുപടി പറയേണ്ടതാണ് എന്നെനിക്കും ഉറപ്പുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് വരണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യ ബ്ലോക്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതൃപദവി വേണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമാണ് CPM-ന് പ്രത്യേകിച്ച് ദേശീയ പാർട്ടി പദവി വേണം. അപ്പോൾ ഏത് ക്ലെയിമാണ് പ്രധാനപ്പെട്ടത് എന്നാണ് ന്യൂനപക്ഷം ചിന്തിക്കുന്നത്? താങ്കളുടെ അനുമാനം എന്താണ്? അല്ല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മളൊക്കെ പറയാറ് ക്രിസ്ത്യാനികൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്, UDF-നൊപ്പമാണ്. പക്ഷേ 2015 ഇലക്ഷന് ശേഷം 16 ഇലക്ഷന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ, മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവല്ല, കോട്ടയം, അതിനകത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് കഴിഞ്ഞ ഇലക്ഷനിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന യുവജനങ്ങളിൽ ഒരു വിഭാഗം പണ്ടത്തേതിൻ്റെ അപേക്ഷിച്ചിട്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ അപേക്ഷിച്ചിട്ട് ഒരു വിഭാഗം ക്രിസ്ത്യൻ യുവാക്കൾ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റ്, മുഴുവൻ സീറ്റും രണ്ട് തവണയായിട്ട്. ക്ലാസിക് എക്സാമ്പിളാണ്. അതേസമയം ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ്. ഓർത്തഡോക്സ് സഭയും മർത്തോമ സഭയും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അവിടെ എങ്ങനെയാണ് ഇത്രയും എല്ലാ സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടുന്നത്, CPM-ന് കിട്ടുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പക്ഷേ മാറി മറിഞ്ഞു വരാറുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിലുള്ളത് വ്യത്യസ്തമായിരുന്നു, UDF-ന് അനുകൂലമായിരുന്നു. നിയമസഭയിലേക്ക് വന്നപ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്കും UDF-നെ മാറ്റി നിയമസഭയിലേക്ക് LDF-നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾക്ക് 30 സെക്കൻഡ് കൂടി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള സംസ്ഥാനം നാഗാലാൻഡാണ്, 88%. അവിടെ BJP-ക്ക് 12 MLA-മാരുണ്ട്. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP-ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ മൊത്തക്കച്ചവടം നിങ്ങൾ ആരും ഏറ്റെടുക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. 2, ജേക്കബ് ജോർജിനോട് പറയാനുള്ളത്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക്, സാധാരണ ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ട് അറിയാം ആരാണ് ജോസഫ് മാസ്റ്റർ കൈവെട്ടിയത്, ആരാണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് തെറിവിളിയുമായി പ്രകടനം നടത്തിയത്, ആരാണ് അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞിട്ടത്, ആ കുന്തിരിക്കം ആരോടാണ് വാങ്ങി വെച്ചോളാൻ പറഞ്ഞത്, ഈസ്റ്റർ ദിനത്തിൽ ആരാണ് കൊളംബോയിൽ കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ചത്, ഇതൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ജേക്കബ് ജോർജിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് പോയി പുസ്തകം എഴുതി കൊടുത്ത് കാശ് വാങ്ങിയാൽ മതി. നിങ്ങളുടെ സത്യസന്ധതയൊക്കെ എനിക്കറിയാം. അത്രേ ഉള്ളൂ. നന്ദി സഹകരിച്ചതിന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, A. ഷുക്കൂർ, സന്ദീപ് വാര്യർ, ജേക്കബ് ജോർജ് ഇടപെട്ടതിന്. ഒപ്പം തന്നെ ഫാദർ പോൾ തേലക്കാടും.